പ്ലീസ് ആണുങ്ങളൊക്കെ ഒന്ന് മാറി നിന്നേ. ഇനിയിപ്പോൾ പെണ്ണുങ്ങൾ ഭരിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞതല്ല. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട രക്തബന്ധത്തിൽപ്പെട്ട ഒരാൾ, ഞാൻ ആളുടെ പേര് പറഞ്ഞ് ശരിയല്ലല്ലോ ചാനലിലൂടെ, എൻ്റെ വളരെ വേണ്ടപ്പെട്ട രക്തബന്ധമുള്ള ഒരു വനിത അല്ലെങ്കിൽ പെൺകുട്ടി എന്നോട് പറഞ്ഞതാണ്, രാവിലെ എന്നോട് പറഞ്ഞതാണ്, ആണുങ്ങളൊക്കെ മാറി നിന്നേ, ഇനി പെണ്ണുങ്ങൾ ഭരിക്കട്ടെ. സന്തോഷം. രാവിലെ അല്ല കേട്ടോ, ഇന്നലെയാണ് പറഞ്ഞത്. കാര്യം ഇന്നലെയാണല്ലോ ഈ വാർത്ത വന്നത് ശ്വേതാ മേനോൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ആണുങ്ങൾ ഭരിക്കട്ടെ, അല്ല പെണ്ണുങ്ങൾ ഭരിക്കട്ടെ. ആണുങ്ങൾ മാറിക്കൊടുത്തോണ്ടാണല്ലോ, ജഗദീഷൊക്കെ മാറിക്കൊടുത്തോണ്ടാണല്ലോ. അല്ല ജഗദീഷ് മത്സരിച്ചെങ്കിൽ ഒരുപക്ഷെ ജഗദീഷ് ജയിക്കുമായിരുന്നോ, സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ജഗദീഷൊക്കെ മാറിക്കൊടുത്തതുകൊണ്ടാണല്ലോ. പിന്നെ രാവിലെ പത്രം നോക്കിയപ്പം ചെറിയൊരു സമാധാനം ആണുങ്ങൾക്ക്. കാരണം ഈ 17 പേര് അംഗങ്ങളിൽ 9 പേര് ആണുങ്ങളുണ്ട്, 8 പേര് സ്ത്രീകളാണ്. എന്തായാലും 8 പേര് സ്ത്രീകളിൽ അവരെ അഭിനന്ദിക്കുന്നു. ശ്വേതാ മേനോൻ പ്രസിഡന്റ്, കുക്കു പരമേശ്വരൻ സെക്രട്ടറി, പിന്നെ വേറെ 2 പേര്, അങ്ങനെ 4 സ്ഥാനം സ്ത്രീകൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ 7-8 പേര് സ്ത്രീകളുണ്ട്, 9 പേര് പുരുഷന്മാരുമുണ്ട്. എന്തായാലും പുതിയ കമ്മിറ്റിയാണ് അമ്മയ്ക്ക് വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും ഈ സ്ത്രീകളുടെ ബഹളം ഒന്ന് തീരുമല്ലോ. എങ്ങനെ ഈ നടന്മാർ പീഡിപ്പിച്ചു, നടികൾ അവർ പീഡിപ്പിച്ചു, പ്രൊഡക്ഷൻ മാനേജർ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഡയറക്ടർ പീഡിപ്പിച്ചു, ലൈറ്റ് ബോയ് പീഡിപ്പിച്ചു, അങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ട് വിളിച്ചു, റൂമിൽ വിളിച്ചു, രാത്രി തട്ടി, പകൽ തട്ടി, റൂമിൽ തട്ടി, അവിടെ തട്ടി, ഇവിടെ തട്ടി എന്നുള്ള എല്ലാ ബഹളവും മതിയായി പുതിയ ഒരു നവീകരണം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു സിനിമാ സംഘടനയിൽ ഈ അതികായകന്മാരുണ്ടായിരുന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടിയും സൂപ്പർ സ്റ്റാർ മോഹൻലാലും ഒക്കെ ഉള്ള വലിയ ഇരുത്തം വന്ന നേതാക്കളുള്ള, ഇന്നസെൻറ്റിനെ പോലെയുള്ള, മോഹൻലാലിനെ പോലെയുള്ള വലിയ നേതാക്കൾ, വലിയ ആൺകരുത്തുകളൊക്കെ നയിച്ച ഒരു പ്രസ്ഥാനത്തിൽ ഒരു പെൺസിംഹം, പെൺകരുത്ത്, പെൺപുലി എന്ന് പറഞ്ഞ ശ്വേതാ മേനോൻ, അവരൊക്കെ വളരെ മനോഹരമായിട്ടാണ് പത്രക്കാരെയൊക്കെ ഡീൽ ചെയ്യുന്നുണ്ടല്ലേ. എല്ലാവരും ഇൻക്ലൂസീവായി കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന നല്ല രീതിയിലുള്ളൊരു പരിപാടി വന്നിട്ടുണ്ട്. ഇതെല്ലാ ആശംസകളും നമ്മുടെ സുഭാഷിതം ചാനലും സംഘവും നേരുന്നു. ഇത് പുതിയ തുടക്കമാകട്ടെ. സ്ത്രീകൾക്ക് അധികാരം കിട്ടുന്ന സ്ഥലങ്ങളിൽ അവർ വേറിട്ട മാതൃകകൾ കാഴ്ചവെക്കണം. 50% സ്ത്രീകളാണെന്ന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ഭരിക്കുന്നത്. പക്ഷേ വേറിട്ട മാതൃകകൾ എത്ര വരുന്നു എന്നുള്ളൊരു ആശങ്ക ഉണ്ട്. വേറിട്ട മാതൃകകൾ വരട്ടെ. സ്ത്രീകൾ ടീച്ചർമാരെ കമ്മ്യൂണിറ്റി എടുത്താൽ സ്ത്രീകളാണ് കൂടുതൽ, അഗ്രികൾച്ചർ ഓഫീസർമാരെ കമ്മ്യൂണിറ്റി എടുത്താൽ സ്ത്രീകളാണ്, നഴ്സുമാരുടെ കമ്മ്യൂണിറ്റി എടുത്താൽ മഹാഭൂരിപക്ഷം സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് വലിയ പങ്കാളിത്തമുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥയിലാണ് അധികാര ശ്രേണികളിലേക്ക് സ്ത്രീകൾ വരുന്നത്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെയോ നമുക്ക് അവരെ ശാക്തീകരിച്ചെടുക്കാനും പൊതുസമൂഹത്തിൽ സ്ത്രീകൾക്ക് മാന്യമായും അന്തസ്സായും സ്ഥാനമുണ്ടെന്ന് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നിർബന്ധമായും അധികാര ശ്രേണി ശൃംഖലയിൽ സ്ത്രീകൾ വന്നേ കഴിയൂ. അത് വളരെ വലിയൊരു മാറ്റമാണ്. എന്തായാലും മലയാള സിനിമ ഒരുപാട് വിവാദങ്ങൾ വന്നെങ്കിലും ഇപ്പോൾ ഇതാ കയ്യടി നേടുന്നു. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, എല്ലാ ചാനലുകളും എന്തിനാണ് ഇത് ഇത്രയും വലിയ വാർത്തകൾ കൊടുക്കുന്നത്? വളരെ മനുഷ്യനെ ബാധിക്കുന്ന വലിയ ഹോട്ട് ന്യൂസുകൾ, മനുഷ്യൻ്റെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് ന്യൂസുകളുള്ളപ്പോൾ ഇതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കണോ എന്നൊരു ചോദ്യവും കരക്കമ്പിയായി ഉണർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ബാക്കി 2 ഭാരവാഹികൾക്കും ഈ ഇപ്പോഴെടുത്തിരിക്കുന്ന അമ്മയുടെ കമ്മിറ്റിക്കും കൃത്യമായ അഭിനന്ദനങ്ങളും ആശംസകൾ അറിയിക്കുന്നു. നിങ്ങൾ വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തട്ടെ, അല്ലാതെ നിങ്ങളും തമ്മിലടിച്ച് മറ്റൊരു തമ്മിലടി സംഘടനയായി ഇത് മാറാതിരിക്കട്ടെ. വളരെ കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പൊക്കോളൂ. എല്ലാവിധ ഭാവുകങ്ങളും.